ഹായ്, ഐ എം ജയ റജി മത്തായി, സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു. ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. ഇന്ന് ഈ എയ്ഡ്സിനെ പറ്റി ഞാൻ സംസാരിക്കാൻ ഉള്ള പ്രധാന കാരണം, ഞാൻ ഡോക്ടർ ജിജി വർഗീസുമായിട്ട് വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞങ്ങൾ എയ്ഡ്സിനെ പറ്റിയും HIV പറ്റിയും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം 1-2 പേർ എന്നോട് ചോദിച്ചു HIVയും എയ്ഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നാണ് ഏറ്റവും അപ്രോപ്രിയേറ്റായിട്ടുള്ള ഒരു ദിവസം ഇതേപ്പറ്റി സംസാരിക്കാനായിട്ട്. എയ്ഡ്സ് എന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മളിൽ പലരും വളരെ പേടിയും ഭയപ്പെടുത്തുന്നതുമായ ഒരനുഭവമാണ്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള രോഗികളെ അവരെ എങ്ങനെയാണ് കാണുന്നത്? അവൻ അല്ലെങ്കിൽ അവൾ എന്തോ കൊള്ളരുതാത്തവളായിരുന്നു, ചീത്ത വഴിയിൽ കൂടെ നടന്നിട്ട് കിട്ടിയ ഒരു അസുഖമാണ്. ഇതേപ്പറ്റി പറയുമ്പോൾ ഞാൻ എയ്ഡ്സിനെ പറ്റി ആദ്യം കേൾക്കുന്നത്, ഞാനൊരു നോവൽ വായിച്ചു. ആ സ്റ്റോറി ഞാൻ ഇച്ചിരി ചെറുതായിട്ട് സമ്മറൈസ് ചെയ്ത് പറയാം. അതായത് ഒരു ഡോക്ടർ കം സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു, വൈഫും ഉണ്ടായിരുന്നു. വൈഫിനെ ഒഴിവാക്കണം, അതിനുവേണ്ടി ആ ഡോക്ടർ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ഒരു കുരങ്ങുണ്ടായിരുന്നു. ആ കുരങ്ങ് വൈഫിനെ കടിച്ചു. അത് പുള്ളി കടിച്ചു. വൈഫിന് എയ്ഡ്സ് വന്നു. അങ്ങനെ വൈഫിന് എയ്ഡ്സ് വന്ന് മരിച്ചു. പിന്നെ കാമുകിയുടെ കൂടെ പോകുന്നു. അങ്ങനെ ഒരു കഥ എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ. പക്ഷെ പിന്നെ ഞാൻ ഒരു എയ്ഡ്സ് രോഗിയെ ആദ്യമായിട്ട് റിയൽ ലൈഫിൽ ഞാൻ കേൾക്കുന്നത് ഇതുപോലെ തന്നെ. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ അമേരിക്കയിൽ പോയി പഠിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് അസുഖം വന്ന് നോക്കിയപ്പോൾ എയ്ഡ്സ് അന്ന് കണ്ടുപിടിച്ചു. ആ ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന് മരിച്ചു. പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ആ ഡോക്ടർ കിടന്ന വാർഡിന് തീയിട്ടു. അതുപോലെ തന്നെ ഡോക്ടറുടെയും വൈഫിൻ്റെയും വീടിൻ്റെ നേരെ കല്ലെറിഞ്ഞു. അവരെ എല്ലാം അവിടുന്ന് ഓടിച്ചു വിട്ടു. ഒരു ഭയാനകമായ ഒരു അനുഭവമായിരുന്നു അന്ന് അക്കാലത്ത് എയ്ഡ്സ് രോഗികൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്ന എയ്ഡ്സ് ഉള്ള രോഗികളുടെ നമുക്കെങ്ങനെ മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കാമെന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് എന്നോട് ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുവാണ്, HIV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതുകൊണ്ട് വേണ്ടുന്ന ഇൻഫെക്ഷനാണ് HIV ഇൻഫെക്ഷൻ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കടന്നു വരുന്നു. നമുക്ക് HIV ഇൻഫെക്റ്റഡായി. HIV ഇൻഫെക്റ്റഡായി കഴിഞ്ഞിട്ട് പിന്നെ അതായത് എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചാൽ, HIV നമ്മുടെ ശരീരത്തിലോട്ട് വന്നു കഴിയുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം അങ്ങ് വീക്കാകും. അതായത് നമ്മുടെ ശരീരത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസ് WBCക്കകത്തുള്ള CD4 T സെല്ലിൽ പെടുന്നതാണ്. അതിൻ്റെ കൗണ്ട് വളരെ കുറയും. ഇത് കുറഞ്ഞു കഴിയുമ്പം, അതായത് നമ്മുടെ ഒരു ശരീരത്തിലുള്ള പട്ടാളക്കാരാണ്, വരുന്ന അണുക്കളെ എല്ലാം തോൽപ്പിച്ച് ഓടിക്കുന്ന സെൽസാണിത്. ഇതിൻ്റെ എമൗണ്ട് കുറഞ്ഞു കഴിയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒത്തിരി ഇൻഫെക്ഷൻസൊക്കെ വരും. ഇൻഫെക്ഷൻസ് വരിക മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള അതായത് നമ്മൾ നോർമലായിട്ടിരിക്കുമ്പോൾ ഉള്ള വൈറസും ഫംഗയും ഒക്കെ നമുക്ക് നമ്മുടെ പ്രതിരോധ ശക്തി കൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റും. പക്ഷേ ഈ HIV ഇൻഫെക്റ്റഡ് ആയി കഴിയുമ്പം നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞ് പിന്നെ ഒത്തിരി പല ഇൻഫെക്ഷനും നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ളവരിൽ സാധാരണ ഈ CD4 സെൽ കൗണ്ട് 200ൻ്റെ താഴെയാകും. അതുപോലെ തന്നെ ഈ വൈറസിൻ്റെ എമൗണ്ടും കൂടുതലായിട്ട് വൈറൽ ലോഡും ഹൈ ആയിരിക്കും. മെയിനായിട്ട് നമ്മൾ പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. അതിൽ ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട്, ആൻറ്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട്, പിന്നെ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ പലതരം ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളിൽ കൂടി നമ്മൾ HIV കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ CD4 സെൽ കൗണ്ടും വൈറൽ ലോഡും ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ഒരാൾക്ക് HIV അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ക്യൂറില്ല, പക്ഷേ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റാണ്. അതായത് ഒരു ആൻറ്റിവൈറസ് മെഡിക്കേഷൻ കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്കെപ്പോഴും
അതായത് നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ ഈ വൈറസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതായത് നമ്മുടെ വൈറൽ ലോഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ സെൽ കൗണ്ടും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ക്യൂർ ഉണ്ടാകത്തില്ല, പക്ഷേ ഒരു എയ്ഡ്സ് രോഗിക്ക് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടും കുറച്ച് ലോങ് ലൈഫ് ലീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഈ പീരീഡിൽ അവരുടെ ഇൻഫെക്ഷൻ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ചാൻസും വളരെ കുറവാണ്. പിന്നെ ഏതെല്ലാം രീതികളിലാണ് നമുക്ക് എയ്ഡ്സ് കിട്ടുന്നത്? അതായത് എയ്ഡ്സ് കിട്ടുന്ന ഒന്ന് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ആണ്. മൾട്ടി പാർട്ട്ണർ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് എയ്ഡ്സ് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, എയ്ഡ്സ് രോഗികളുമായിട്ടുള്ള നമ്മുടെ സിറിഞ്ചും നീഡിലും ഒക്കെ ഷെയർ ചെയ്യുമ്പം അങ്ങനെ വരാം. പിന്നെ ഒരമ്മയ്ക്ക് എയ്ഡ്സ് ഉണ്ട്, ഡെലിവറിയുടെ സമയത്തും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തും കുട്ടികൾക്ക് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, അതായത് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കണ്ടാമിനേറ്റഡ് ഇൻഫെക്റ്റഡ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയോ മറ്റെന്തെങ്കിലും രീതിയിലോ എത്തിയാൽ ഈ അസുഖം വരും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു എയ്ഡ്സിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് വരുന്നതെന്നും പറഞ്ഞു. പിന്നെ എൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് മാനസികാരോഗ്യമാണ്. അപ്പം നമ്മളൊരു എയ്ഡ്സ് രോഗിയെ നമ്മൾ എങ്ങനെ ഇത് ടേക്ക് കെയർ ചെയ്യണം? മെയിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സമൂഹം എപ്പോഴും ഒരു സ്റ്റിഗ്മ, പിന്നെ ഡിസ്ക്രിമിനേഷൻ. അവൻ അല്ലെങ്കിൽ അവൾ ശരിയായ രീതിയിലല്ലാഞ്ഞുകൊണ്ട് ഈ അസുഖം കിട്ടി, അങ്ങനെ നമ്മളിൽ പലരും താഴ്ത്തിക്കെട്ടും. അതിൽ കൂടെ എന്ത് ചെയ്യും? ഒരു സോഷ്യൽ ഐസൊലേഷൻ, അവരെ ഒറ്റപ്പെടുത്തും. അത് ഓൾറെഡി അവർ അസുഖം വന്നതിൻ്റെ പേരിൽ തന്നെ അവർ ഓൾറെഡി ട്രോമാറ്റൈസ്ഡ് ആണ്, അവർ സ്ട്രെസ്ഡ് ആണ്. അതിൻ്റെ കൂടെ ഐസൊലേഷന് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ. ഈ ആൻസൈറ്റിയും ഡിപ്രഷനും ഒട്ടും കഴിയാതെ വരുമ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർ പലപ്പോഴും സൂയിസൈഡിൽ അവസാനിക്കുന്നു. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ അസുഖമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് പല സപ്പോർട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രോമ ബേസ്ഡ് തെറാപ്പി കൊടുക്കണം. ആൻസൈറ്റി, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിനു വേണ്ട മരുന്നുകൾ കൊടുക്കണം. പിന്നെ ഇതിനോടൊപ്പം മറ്റ് പ്രധാന ഒരു കാര്യമാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് അവർക്കും എയ്ഡ്സ് എന്താണ്, ഈ അസുഖം വരുന്നയാളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, അതുപോലെ തന്നെ അവർക്കും ഇതൊരു ട്രോമയാണ്. അപ്പം അതിലും നമ്മൾ ഹാൻഡ് ഇൻ ഹാൻഡ് ആ ഫാമിലിയെയും പേഷ്യൻറ്റിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ എയ്ഡ്സ് ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ അവെയർനെസ് കൊടുക്കണം, നമ്മുടെ പബ്ലിക്കിന് അവെയർനെസ് കൊടുക്കണം. പിന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം ഇതും പറഞ്ഞു കൊടുക്കണം. അഥവാ കണ്ടെത്തിയാൽ കറക്റ്റ് ട്രീറ്റ്മെൻറ്റും സപ്പോർട്ടും ചെയ്യണം. അതെ, ഇപ്പം ഈ 2024 എയ്ഡ്സ് ഡേയിൽ എനിക്കെന്താണ് പറയാനുള്ളത്? റൈറ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ദ പാത്ത് വിച്ച് ക്യാൻ സ്റ്റോപ്പ് എയ്ഡ്സ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നമ്മൾ ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇതിനെതിരായിട്ട് പോരാടാൻ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക്, നമ്മുടെ സഹജീവികൾക്ക് ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന്, ആ സ്റ്റിഗ്മയിൽ നിന്നും ആ ഡിസ്ക്രിമിനേഷനിൽ നിന്നും അവരെ പുറത്തോട്ട് കൊണ്ടുവന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്.